ഹമാസിന്റെ ഭീകരൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ച ഭൂഗർഭ അറകളിലേക്കുള്ള അപകടം നിറഞ്ഞ ഇസ്രയേലിലെ സൈനിക നടപടിയിൽ ഇസ്രയേലി വനിതാ സൈനികരുടെ സാന്നിധ്യം ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു. മരണത്തെ പുല്ലുപോലെ ധിക്കരിച്ച് പൊരുതുന്ന ഇസ്രയേലിലെ പെൺകുട്ടികൾ. സൗന്ദര്യ സംരക്ഷണവും സ്വന്തം സുഖവും അല്ല അവർക്ക് പ്രധാനം, രാജ്യത്തിന്റെ വിജയം. അതുകൊണ്ട് തന്നെ സുഖങ്ങളെല്ലാം കൈവെടിയുകയാണ് ഈ പെൺകുട്ടികൾ. കഠിന പരിശീലനം, ചില്ലിലൂടെ നടക്കുന്നു. സൈനിക സേവനത്തിനായി ഇസ്രയേലിലെ സ്ത്രീകൾ പലപ്പോഴും മുന്നോട്ട് വന്നത് ഒരു പ്രതികാരത്തിന്റെ ഭാഗമായാണ്. ഹമാസിനോടുള്ള പ്രതികാരത്തിന്റെ ഭാഗം. US-ൽ പോലും വനിതകളുടെ സാന്നിധ്യം നോക്കുകയാണെങ്കിൽ വെറും 16% ഉള്ളൂ. എന്നാൽ ഇസ്രയേലിൽ അത് 20.9%. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ അതിർത്തി മുറിച്ചു കടന്ന് സാധാരണ ഇസ്രയേലികളെ ഹമാസ് ഭീകരർ വെടിവെച്ച് കൊന്നതോടെയാണ് സൈനിക സേവനത്തിനായി ഇസ്രയേലിൽ കൂടുതൽ വനിതകൾ എത്തിയത്. ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണ മുഖങ്ങളിൽ വരെ വനിതാ സൈനികർ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഭീകരൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ച ഭൂഗർഭ അറകളിലേക്കുള്ള അപകടം നിറഞ്ഞ നടപടി. ഇതിൽ വരെ ഇസ്രയേലി വനിതാ സൈനികർ പങ്കെടുത്തിരുന്നു. 2024 സെപ്റ്റംബർ 18 ആഗം നെയ്ം എന്ന വനിതാ സർജന്റ് മറ്റു 3 പുരുഷ സൈനികർക്കൊപ്പം ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് ഇസ്രയേൽ അതിർത്തി മുറിച്ചു കടക്കാൻ ശ്രമിച്ച ഹമാസ് ഭീകരർക്കെതിരെ പൊരുതിയവരിൽ ഒരു ഇസ്രയേൽ വനിതാ സൈനിക ടാങ്ക് യൂണിറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇവർ നിരവധി ഹമാസ് ഭീകരരെ വെടിവെച്ചു കൊന്നു. അന്നത്തെ ഹമാസ് ആക്രമണത്തിൽ ആകെ 47 വനിതാ സൈനികർ ഹമാസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇതിൽ സഹോദരിമാരായ 2 ഇസ്രയേൽ വനിതാ സൈനികർ ഉൾപ്പെടുന്നു. റോണി ഇഷേൽ, നോവ മാർസിയാനോ എന്നീ വനിതാ ഇസ്രയേലി സൈനികരാണ് ഹമാസ് ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരിമാർ. മറ്റ് 5 വനിതാ സൈനികർ ഗാസയിലും ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ആകെ 52 വനിതാ സൈനികർ. ഹമാസ് തട്ടിക്കൊണ്ടുപോയവരിൽ വനിതാ സൈനികരും ഉണ്ടായിരുന്നു. അതിൽ ചിലരെ ഹമാസ് ഭീകരർ തടങ്കലിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞിരുന്നു. ഇസ്രയേലി സൈനികരെ കുറിച്ചുള്ള വെബ്സൈറ്റിൽ വനിതകൾക്ക് പ്രത്യേകം പേജ് ഉണ്ട്. അതിൽ അവരുടെ ഡ്യൂട്ടിക്കിടയിലെ വെല്ലുവിളികളുടെ കഥകൾ വിവരിക്കുന്നുണ്ട്. 1962 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 545 വനിതാ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രയേൽ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. ഇവിടെ പൂർണ്ണ ആരോഗ്യവതികളായ പെൺകുട്ടികൾക്ക് സൈനിക പരിശീലനം നിർബന്ധമാണ്. 2000 മുതൽ ഇസ്രയേൽ പ്രതിരോധ സേനയിൽ പുരുഷന്മാർക്കും വനിതകൾക്കും തുല്യ അവകാശമാണ് നൽകുന്നത്. ഇസ്രയേലിൽ വനിതാ സൈനികർ ഉയർന്ന പദവികൾ വരെ അലങ്കരിച്ചിട്ടുണ്ട്. 2011 മേജർ ജനറൽ പദവിയിലേക്ക് ഉയർന്ന ഒമ ബാർബി വെയി ഇതിന് ഉദാഹരണമാണ്. വനിതകൾക്ക് സൈനിക പരിശീലനം നൽകുമ്പോൾ പ്രചോദനം നൽകാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേലി വനിതാ സൈനികരുടെ കഥകളും പങ്കുവയ്ക്കപ്പെടാറുണ്ട്. 18 വയസ്സുള്ള സ്ത്രീകളെ നിർബന്ധിത സേവനത്തിനായി നിയമിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില സൈന്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ. സൈന്യത്തിന്റെ യുദ്ധ യൂണിറ്റുകളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നത് ഒരു നീണ്ട ചർച്ചാ വിഷയമാണ്. വർഷങ്ങളായി യുദ്ധമുന്നണിയിൽ സേവനമനുഷ്ഠിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നം തീവ്ര യാഥാസ്ഥിതിക റബ്ബികളെയും മതനിഷ്ഠയുള്ള സൈനികരെയും ഫെമിനിസ്റ്റുകൾ, മതേതരവാദികൾ, രാജ്യത്തിന്റെ പരമ്പരാഗത പുരുഷ സംസ്കാരത്തിന്റെ വിമർശകർ എന്നിവർക്കെതിരെ ഉയർത്തി. ഒക്ടോബർ അവസാനം ഇസ്രയേൽ കരസേന ഗാസയിൽ പ്രവേശിച്ചതു മുതൽ സ്ത്രീകൾ അവിടെ പോരാടാൻ തുടങ്ങി. ഒക്ടോബർ 7 ഇന്റലിജൻസ് സൈനിക പരാജയങ്ങൾക്ക് ശേഷവും പ്രചാരണത്തിന്റെ ഉയർന്ന സിവിലിയൻ മരണസംഖ്യയുടെ ആഗോള സൂക്ഷ്മ പരിശോധനയ്ക്കിടയിലും അവരെ ഉൾപ്പെടുന്നത് ആഭ്യന്തരമായി സൈന്യത്തിന്റെ പ്രതിച്ഛായ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് യുദ്ധം ആരംഭിച്ചതിന് ശേഷം 24,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇസ്രയേലി നിർബന്ധിത സൈനിക നിയമപ്രകാരം ഇസ്രയേൽ പ്രതിരോധ സേന 3 സമുദായങ്ങളിൽ നിന്ന് ആളുകളെ സൈനിക സേവനത്തിലേക്ക് ക്ഷണിക്കാറുണ്ട്: ജൂതന്മാർ, ഡ്രൂസ്, സർക്കാസിയൻസ്. അവസാനത്തെ 2 സമുദായങ്ങളും ജനസംഖ്യ കുറവായതിനാൽ അവരുടെ സ്ത്രീകൾ സേവനം അനുഷ്ഠിക്കേണ്ടതില്ല. ജൂത ഭൂരിപക്ഷത്തിൽ നിന്നുള്ള സ്ത്രീകളെ നിർബന്ധിത സൈനിക നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ പുരുഷ നിർബന്ധിത സൈനികരെ അപേക്ഷിച്ച് അവർ അല്പം കുറഞ്ഞ കാലയളവിലാണ് സേവനം അനുഷ്ഠിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ.